മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 41 42 തിരുവചനങ്ങളിലൂടെ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ മനുഷ്യരുടെ മഹത്വം സ്വീകരിക്കുന്നില്ല, കാരണം എനിക്ക് അവരെ അറിയാം, അവരിൽ ദൈവസ്നേഹമില്ല. എന്തുകൊണ്ട് മനുഷ്യരുടെ മഹത്വം, മനുഷ്യൻ നൽകുന്ന സ്തുതികള്, മനുഷ്യനർപ്പിക്കുന്ന പ്രാർത്ഥനകള് ദൈവസന്നിധിയിൽ എത്തുന്നില്ല? അതിന്റെ കാരണം ഈശോ പറയുകയാണ്, എനിക്ക് മനുഷ്യനെ അറിയാം, അവനിൽ ദൈവസ്നേഹമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം സ്വീകരിക്കുന്ന പ്രാർത്ഥനയും ദൈവം സ്വീകരിക്കുന്ന മഹത്വവും സ്തുതികളും ദൈവസ്നേഹ അനുഭവത്തിൽ നിറഞ്ഞുള്ളതായിരിക്കണമെന്ന് ഈശോനാഥൻ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. നമ്മൾ ദൈവത്തെ വിളിക്കുമ്പോൾ സ്നേഹിച്ചുകൊണ്ട് വിളിക്കണം. നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ സ്നേഹിച്ചുകൊണ്ട് സ്തുതിക്കണം. നമ്മൾ എന്തു പ്രവർത്തിച്ചാലും എന്തു ചെയ്താലും അത് ചെയ്യേണ്ടത് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിലുള്ള ആഴമായ വിശ്വാസമുള്ളവനെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ ആഴത്തിലുള്ള വിശ്വാസം ഉണ്ടാവണം. വിശ്വാസത്തിൽ നിറഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് ദൈവ തിരുമുമ്പിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അവിടുന്ന് സ്വീകരിക്കും. കാരണം നമ്മെ അവൻ അറിയുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ദൈവം അറിയുന്നുണ്ട്. നമ്മുടെ വേദനകളും ദുഃഖങ്ങളും ദൈവം അറിയുന്നുണ്ട്. നമ്മുടെ കണ്ണുനീര് ദൈവം അറിയുന്നുണ്ട്. നമ്മിലുള്ള കപടതയും നമ്മിലുള്ള തിന്മയും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളെയും ദൈവം അറിയുന്നുണ്ട് എന്ന് നമ്മൾ മറന്നുപോകരുത്. ദൈവത്തിന്റെ കണ്ണിൽ നിന്നൊന്നും മറഞ്ഞിരിക്കുന്നില്ല. നമ്മുടെ ദുഃഖങ്ങളും മറഞ്ഞിരിക്കുന്നില്ല, നമ്മുടെ തിന്മകളും മറഞ്ഞിരിക്കുന്നില്ല, നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിയും മറഞ്ഞിരിക്കുന്നില്ല. അത് നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും ഓർക്കുക. നമ്മൾ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് സമർപ്പിക്കുന്ന പ്രാർത്ഥനകളൊക്കെ ദൈവം സ്വീകരിക്കും. ഈശോയുടെ മുമ്പില് നിന്റെ വേദനകളും ദുഃഖങ്ങളും, നിന്റെ കണ്ണുനീര്, നിന്റെ പഠനങ്ങള്, പരീക്ഷകള്, നിന്റെ കുടുംബത്തെ, നിന്റെ അധ്വാനങ്ങള്, കടബാധ്യതകള്, ജീവിതത്തിന്റെ പ്രശ്നങ്ങളൊക്കെ സമർപ്പിക്കുമ്പോൾ ഈശോയെ സ്നേഹിച്ചുകൊണ്ട് അത് സമർപ്പിക്കുക. അവിശ്വാസത്തോടെയല്ല, സ്നേഹിച്ച് കർത്താവിന് കൊടുത്താൽ ഉറപ്പാ നിനക്കത് സാധിച്ചു കിട്ടും. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്കും ഇവരുടെ അധ്വാനങ്ങളിലേക്കും ഇവരുടെ ജീവിത വഴികളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെന്നിവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും പിശാചിന്റെ ഉപദ്രവങ്ങളെയും നാരകീയ ശക്തികളെയും പൈശാചിക ശക്തികളെയും ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.